നമുക്ക് ബാലിന്യ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മിത്ര ആകെപ്പാടെ ടെൻഷനായി പോയി. ഗോമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആനന്ദേട്ടനും ശ്രീദേവി ചേച്ചിയും തമ്മിൽ ഡിവോഴ്സാണ്. ദൈവമേ, ഇനിയിപ്പം ഈ കാര്യങ്ങളും കൂടെ ശ്രീദേവി ചേച്ചി അറിഞ്ഞിട്ട് എന്താവും? അപ്പോഴേക്കും സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് ശ്രീദേവിയുടെ കോൾ എടുക്കുവാണ് മീനു. പിന്നീട് എന്തൊക്കെയുണ്ട് ശ്രീദേവിച്ചി വിശേഷങ്ങൾ? ശ്രീദേവി ചേച്ചി സുഖമാണോ? മീനു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു. എന്താ ദേവി ചേച്ചി, എന്താ കാര്യം എന്താ? അല്ല, നിങ്ങൾ എന്താ എന്നും വിളിക്കുക പോലും ചെയ്യാത്തെ? എനിക്കാണെങ്കിൽ നിങ്ങളുടെ കോള് പോലും കാണാതെ നീ ഭയങ്കര ടെൻഷനായി. അവിടുന്ന് ഞാൻ പോകുന്നതിന് ശേഷം എന്നെ മറന്നോ? അങ്ങനെയൊന്നും പറയരുത് ദേവി ചേച്ചി. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, മീനു, എനിക്ക് എന്താന്നറിയത്തില്ല, ഈ വീട്ടിൽ വന്നിട്ട് വല്ലാത്തൊരു ശ്വാസം മുട്ടല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ എന്താ എന്നെ കാണാൻ പോലും വരാത്തെ? അത് പിന്നെ ദേവി ചേച്ചിക്ക് അറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ ഒക്കെ എന്താന്ന്. പിന്നെ നിസ്സാര കാര്യമൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര വലിയ കൂട്ടുകാരായിരുന്നു, എന്നിട്ട് ഒരു വാക്ക് പോലും ഞങ്ങളോട് പറഞ്ഞില്ലോ. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഒരു വാക്കെങ്കിലും പറയാൻ മേലായിരുന്നോ? എന്താണെങ്കിലും ദേവി ചേച്ചിയെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തി മാറ്റിയെടുത്താനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി ഒറ്റ കരച്ചിലായിരുന്നു. മീനുവിന് ഭയങ്കര വിഷമായി. കരയല്ലേ മീനു, എനിക്ക് നിന്നെ കാണണം, നീ ഇങ്ങോട്ടേക്കൊന്ന് വരുമോ എന്ന്. അയ്യോ, ഇന്ന് കുറച്ച് തിരക്കാ, കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ വരാൻ പറ്റുമോ നോക്കാം. അയ്യോ, പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല, നാളെ വരണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി സംസാര രീതി മാറ്റുവാണ്. മീനാക്ഷി പറഞ്ഞു, ശരി മാഡം, ഫയൽ ഞാൻ നേരത്തെ തന്നെ എത്തിച്ചേക്കാം. ശരി ശരി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അല്ല, ആരായിരുന്നു മീനു ഫോണിനകത്ത്? അത് വീണ മാഡമായിരുന്നു. ഗോമതിക്ക് സംശയമായി. അപ്പോഴേക്കും മീനു പറഞ്ഞു, അതെ, എനിക്ക് നേരത്തെ പോണം, കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതും പറഞ്ഞ് മീനു പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. ഗോമതി ഇങ്ങനെ സംശയിച്ച് നിൽക്കുവാണ്. ഇനിയിപ്പോ ശ്രീദേവി എങ്ങാനുമാണോ വിളിച്ചെന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ ടെറസിലേക്ക് വന്നു. അങ്ങനെ അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആകാശിന്റെ വരവ്. ആനന്ദയുടെ നല്ല പരിപാടിയാണ് കാണിക്കുന്നത്. ആനന്ദേട്ട എന്താ കാണിക്കുന്നത്? മതി നിർത്താനും പറഞ്ഞ കുപ്പി അങ്ങോട്ട് എടുത്ത് മാറ്റി. എടാ, അവിടെ വെക്കടാ. ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഇങ്ങനെ മദ്യപിക്കരുത്. പിന്നെ എടാ, എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല. ആനന്ദേട്ടൻ വന്നേ, പോയി കിടക്കാൻ നോക്ക്. എടാ, കിടന്നിട്ട് എന്താവാനാ? എനിക്ക് ഉറക്കം വരണ്ടേ? എനിക്ക് ഉറക്കം വരാത്തോണ്ടാ. നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് കൂടാ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോ ആനും ആകാശം പരസ്പരം നോക്കി. അപ്പോഴാണ് ധർമ്മന്റെ വരവ്. ധർമ്മന് തലയിലൊരു തോർത്തുമുണ്ടൊക്കെ ഇട്ട് പമ്മി നേരെ ടെറസിലേക്ക് കയറി വരുവാണ്. നിങ്ങളിവിടെ വമ്പം പരിപാടിയല്ലേ? അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആനന്ദ് ചോദിച്ചു, ഓഹോ നീയോ? അല്ല, അത് കണ്ടു കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, ഓഹോ മാമനാണോ? എത്ര നാളായി മാമ ഇങ്ങനെ ഒന്ന് കൂടിയിട്ട്. മാമ വന്നിരിക്കാൻ പറഞ്ഞു. വേണ്ടടാ, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആനന്ദ് സമ്മതിച്ചില്ല. മാമൻ ഓർക്കുന്നുണ്ടോ നമ്മള് പഴയ കാലങ്ങൾ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരുന്നേന്ന്? എല്ലാരും കൂടെ ടെറസ് കൂടിയിട്ട് ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ അച്ഛനെ കാണാതിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നേക്ക് ഓർക്കുന്നില്ല. എന്ത് രസമുള്ള സമയമായിരുന്നു. ഇപ്പോഴതൊന്നുമില്ല മാമ, നമുക്ക് അങ്ങനെ ഒന്ന് കൂടണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മ പറഞ്ഞു, എടാ അത് പിന്നെ ഇവിടെ ഇരിക്കും മാമ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില്ല ധർമ്മൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആകാശിനോട് ആര്യം പറഞ്ഞു, ആകാശേട്ടാ പോയി ഗ്ലാസ് എടുത്തോണ്ട് പറഞ്ഞു. അങ്ങനെ ആകാശ് പോയി ഗ്ലാസ് എടുത്തോണ്ട് വന്നു. അങ്ങനെ അവര് 4 പേരും കൂടെ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോഴേക്കും മദ്യപിച്ച് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു, എടാ, ശ്രീദേവി ചെയ്ത ശരിയായിട്ടുള്ള കാര്യമൊന്നും ഞാൻ പറയണില്ല. പക്ഷേങ്കിൽ അവളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ അവളെ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു, ദേ മാമ, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അവളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. മാമൻ തെറ്റുകാരനല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മാമൻ നിരപരാധി എന്നുള്ള സത്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്നല്ലോ. ഉദയഭാനു ഉണ്ടല്ലോ, അയാളെ പക്ക ഫ്രോഡ്. ആനന്ദിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ആനന്ദ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, സത്യങ്ങളൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് മാമൻ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ വരണം. എന്തിനാ മാമനോടെ പോയി കിടക്കുന്നത്? മാമനോടെ സുഖമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ആകാശ് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ധർമ്മം പറഞ്ഞു, എടാ, ഞാൻ വന്നിട്ടുണ്ടെ ശരിയാകത്തില്ല. പഴയതുപോലെയുള്ള ആ ഒരു സന്തോഷ സമാധാനം ചിലപ്പോൾ എനിക്ക് ഉണ്ടായെന്ന് വരത്തില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്നെ കണ്ണലാക്കുന്നതെന്ന് ആര് കണ്ടു? എന്റെ മനസ്സിൽ അതിങ്ങനെ ഉണ്ട് മാമ. അത് അച്ഛൻ അപ്പോഴത്തെ ഒരു ചോദിച്ചു പോയതല്ലേ, അത് മനസ്സിലൊന്നും വെച്ചോണ്ടിരുന്നല്ല. മാമൻ എന്താ അത് മനസ്സിലാക്കാതെ? അച്ഛനെ ഇന്നാണോ മാമ മനസ്സിലാക്കുന്നത്? എനിക്കറിയാടാ. പക്ഷെ എന്റെ മനസ്സിന്റെ വിഷമം നിനക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ എന്റെ സ്വന്തം കുടുംബത്തെ പോലെ ആ കുടുംബത്തെ കണ്ടിരുന്നേ. എന്നിട്ടല്ലേ ഒരു നിമിഷം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ.
ആര്യം പറഞ്ഞു മാമൻ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് വേണം, എങ്കിലേ ഞങ്ങൾക്ക് ഒരു സമാധാനം ആകത്തുള്ളൂ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ എൻജോയ് ചെയ്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു ധർമ്മനും ആനന്ദിനും ഒക്കെ. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവരിങ്ങനെ ടെറസിന്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ മദ്യപിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അതെ മാമ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു സംസാരിക്കുന്ന സമയത്ത്. എന്താ? അവനുണ്ടല്ലോ ആ ലോക് അൻസറുടെ പിന്നാലെ നടന്ന് അവനെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അവളെ. ആണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനോട് പറഞ്ഞോളാം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. മാമനൊന്ന് പറയണം, അല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് അറിയുമെന്ന് പറഞ്ഞു. ആ അതൊക്കെ ശരി, ഞാൻ നോക്കിക്കൊള്ളാടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് കൃഷ്ണമംഗലത്ത് എല്ലാവരും ഇരിക്കുകയാണ്. ധർമ്മനെ മാത്രം കണ്ടില്ല. അല്ല, ധർമ്മൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു ഇന്ദിരാമ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് സുകന്യ പറഞ്ഞു. ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുകന്യ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അതെ ഇളയച്ചൻ വന്നിട്ട് വിളമ്പിയാൽ മതി എന്ന് പറഞ്ഞു. ഒടുവില് അച്യുതൻ അന്വേഷിച്ച്, അല്ല അച്യുതനും അതുപോലെ തന്നെ അലോകും ഒക്കെ അവിടെ പോയി നോക്കണം. പക്ഷെ ഒരിടത്തും ധർമ്മനെ കണ്ടില്ല. അച്യുതൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അവിടുത്തെ ഗേറ്റൊക്കെ ചാടിക്കടന്ന് അവിടേക്ക് ഓടി വരുന്നേ ധർമ്മനാണെങ്കിലോ ഇത്ര സമയം ദേവമംഗലത്തായിരുന്നു. അപ്പോഴേക്കും അച്യുതനോട് മാറി നിന്നു. ഓഹോ, അപ്പൊ ഇവൻ ദേവമംഗലമായിട്ട് ഇപ്പോഴും കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അകത്തേക്ക് വരാനായിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുവാണ് ധർമ്മൻ നോക്കി ആരുമില്ല. ഭാഗ്യം. അല്ല, താൻ മദ്യപിച്ച ആരെങ്കിലും കണ്ടെത്തോ? ഓ, കണ്ടെത്തൊന്നുമില്ല. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പതുക്കെ പോകുന്ന സമയത്താണ്, എടാ അവിടെ നിൽക്കാൻ പറയണ അച്യുതന്. ഒരു നിമിഷം ധർമ്മൻ ഞെട്ടിപ്പോയി. ധർമ്മൻ ഞെട്ടി തെറിച്ച് നോക്കുവാണ്. അച്യുതേട്ടൻ. ആ എന്താ അച്യുതേട്ട? അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു? അത് പിന്നെ ഞാൻ പുറത്തിങ്ങനെ കാറ്റൊക്കെ കൊണ്ട്. കാറ്റ് കൊണ്ടോ? എവിടെ? എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമായിരുന്നു? അത് പിന്നെ ഞാനിവിടെ നിപ്പുണ്ടായിരുന്നല്ലോ. എടാ, ദേവമംഗലത്ത് നാരം ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അയ്യോ, അത് ചിലപ്പോഴേ ഏട്ടന് തോന്നിയതായിരിക്കും, ഞാനൊന്നും അല്ലാന്ന് പറഞ്ഞു. ആ അങ്ങനെയാണല്ലേ? അല്ല നീ ഇത്തിരി ഇങ്ങ് അടുത്തേക്ക് വന്നേ. എന്താ ഏട്ടാ? എടാ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തേക്ക് വാ. അടുത്തേക്ക് വന്ന് നീ ഒന്ന് ഊതിക്കേ. ഊതാനോ? എന്തിന്? എടാ ഊതടാന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഊതി. എടാ എന്റെ നേരെ നോക്കി ഊതടാ. അതിന്റെ ആക്കി ആവശ്യം ഉണ്ടാച്ചതേട്ടാ. ഊതാൻ പറഞ്ഞു. ഒടുവില് ധർമ്മൻ ഊതി. ഓഹോ, അപ്പൊ നീ മദ്യപിച്ചിട്ടുണ്ടല്ലേ? ഏയ് സത്യം പറയടാ. ആ ചെറുതായിട്ട്. എവിടുന്നാടാ മദ്യപിച്ചേ? അത് പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ കൊണ്ട് സൽക്കരിച്ച. ഏത് കൂട്ടുകാരൻ? നീ അത് എപ്പോ പോയി? ആ അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്നു. ധർമ്മൻ ആലോചിച്ച് ഇനി ഇവിടെ നിന്നാ പണി കൂട്ടുമെന്ന്. പെട്ടെന്ന് ധർമ്മൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ എന്നെ അകത്തുനിന്ന് വിളിക്കുന്നുണ്ട്. എന്തോ? ആ ശരി ഞാൻ വരുവാ. അതും പറഞ്ഞ് ധർമ്മൻ അകത്തേക്ക് കയറിപ്പോയി. അച്യുതന് സഹിച്ചില്ല. ഇവൻ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവൻ ദേവമംഗലമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവന്റെ കടയുടെ ഉദ്ഘാടനം നടത്തണം. അങ്ങനെ ജോസിനെ വിളിക്കണം ബ്രോക്കർ. എടോ, മറ്റന്നാൾ തന്നെ ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കണം. മറ്റന്നാളോ? അയ്യോ സാറേ, ഇത്ര ഇടപെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം ഉണ്ടല്ലോ. മറ്റന്നാളായിരിക്കും ഉദ്ഘാടനം. പറഞ്ഞു കേട്ടല്ലോ, ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. ശരിയെന്നും പറഞ്ഞ് അങ്ങനെ ജോസ് കോള് കട്ട് ചെയ്തു. എടാ ബാല, നിനക്കിട്ടുള്ള അടുത്ത പണിയാ വരാൻ പോന്നേ. നീ കരയാൻ പോന്നുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ നിന്റെ സമനില തെറ്റും. അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോന്നേ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അച്യുതനകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ധർമ്മൻ അലോകിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അലോകിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എടാ നീ ഇന്ന് അൻസറയെ പോയി കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്താ മാമ അങ്ങനെ വെച്ചേ? എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. ആരും നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? മാമ ഞാൻ അവളെ പോയി കണ്ടത് അവളോടൊരു സോറി പറയാനാ. എന്ത് സോറി? നീ സോറിയും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലേ, ഇനി എന്തിനാ സോറി പറയണ? അതിന്റെ കാര്യമൊന്നുമില്ല മാമ. ഞാൻ നല്ല മര്യാദയോട് കൂടിയിട്ട് അവളുടെ അടുത്ത് നിന്ന് പെരുമാറിയത്. പക്ഷെ ആരിനുണ്ടല്ലോ അവനെ ഇടയ്ക്കിലേക്ക് കയറി വന്നു. ദേ ഇനി ഇങ്ങനെ എന്തേലും എന്നോട് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും വെറുതെ ഇരിക്കില്ല. ഓഹോ, അപ്പൊ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ നിന്റെ പരിപാടി? അലോക് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ മാമ? എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അവര്. ആരിനെന്തിനാ എന്നോട് വെറുതെ വന്ന് ദേഷ്യപ്പെടുന്നേ? എടാ, അവരുടെ ഭാഗത്തൊന്നും നീ ഒന്ന് ചിന്തിച്ചു നോക്കേ. സ്വന്തം പെങ്ങടെ കല്യാണം മുടക്കിയവനോട് പിന്നെ ആരിനെ എങ്ങനെ പെരുമാറണം? നിന്നെ പൂവിട്ട് പൂജിക്കണോ? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നാൽ നിനക്കുള്ള. ഇനി അവളെ കാണാനൊന്നും ശ്രമിക്കരുത്. മാമ ഞാൻ അവളെ ഉപദ്രവിച്ചൊന്നുമില്ല. അവളെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്തേ. എന്ത് വെള്ളം ആയിക്കോട്ടെ. പറഞ്ഞത് കേട്ടല്ലോ. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആലോചിച്ചു, അല്ല മാമൻ എങ്ങനെയാ അറിഞ്ഞത് ഞാൻ അനുവിനെ കണ്ടെന്ന്? അത് പിന്നെ ഓഹോ, അപ്പം മാമൻ അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലേ? അങ്ങനെയാണല്ലേ? ഇപ്പോഴും കണക്ഷൻ ഉണ്ടല്ലേ? അത് പിന്നെ അപ്പൊ പിന്നെ മാമന് ശത്രുക്കളെടുത്ത് പോവാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ഞാൻ എന്താണെങ്കിലും ഇനി അനുവിനെ കാണും. അതും പറഞ്ഞിട്ട് അലോക് പോയി കഴിഞ്ഞപ്പോ ധർമ്മൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് അനു വിഷമിച്ച് മുറിയിലിരിക്കുമ്പോഴത്തേനും മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താ അനുമോളെ, നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല.
പിന്നീട് മിത്രയും കൂടെ അങ്ങോട്ട് വന്നു. മിത്ര വന്നിട്ട് പറഞ്ഞു, എന്തുണ്ടെങ്കിലും ഞങ്ങളോട് മറച്ചു വെക്കലും നീ നേരത്തെ പറഞ്ഞല്ലേ, എന്നിട്ട് ഇപ്പം നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, എന്താണെങ്കിലും ഞങ്ങളോട് തുറന്നു പറ. അത് പിന്നെ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ അലോകിനെ കണ്ടായിരുന്നു. അലോകിനെയോ? അതെ, അവൻ എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വന്നു. കൃത്യസമയത്ത് ആര്യൻചേട്ടൻ വന്നു. അവനെ പിടിച്ച് തല്ലാനൊക്കെ തുടങ്ങി. എന്നിട്ടോ അവൻ എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞില്ലേ? അതൊന്നെ കുറിച്ചൊന്നും എനിക്കറിയില്ല. മീനാക്ഷി പറഞ്ഞു, അവൻ എന്ത് സംസാരിക്കാനാ, അവന് കൂടുതലൊന്നും സംസാരിക്കണ്ട. അവൻ കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് കേട്ടതും മിത്ര പറഞ്ഞു, ഒരു പക്ഷേങ്കില് അലോക് സോറി പറയാൻ വന്നായിരിക്കുമെങ്കിലോ? സോറിയോ? അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലേ. എനിക്ക് തോന്നുന്നില്ല അനുവിനെ കാണാൻ വന്ന അവന്റെ അടവാന്ന്. അവന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാണുമായിരിക്കും. പഴയതുപോലൊന്നുമല്ല, അലോകിന് നല്ല മാറ്റമുണ്ട്. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, അല്ല, അവന്റെ എല്ലാ നമ്പറുകളും ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ എൻ്റെ ചില ഫ്രണ്ട്സ് വഴി അവൻ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം മീനാക്ഷിയും മിത്രയൊക്കെ അന്താളിപ്പോഴുകൂടെ അനുവിനെ നോക്കുക. അതിന്റെ കഥകളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോണ്ട് നിർത്തുന്നു.